ഞാൻ സ്വതന്ത്രൻ. സ്വാതന്ത്ര്യത്തോടെ ഞാനിങ്ങനെ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ഇവനെ കണ്ടു പഠിക്ക്. ഇവനാണ് ആണത്തോള ചെക്കൻ. അല്ല മോനെ, നീ എന്താടാ വൈകിയത്? ഞാൻ നിന്റെ കൂട്ടുകാരൻ നിന്നെയും കാത്തിരിക്കുകയല്ലായിരുന്നോ? നിനക്കുള്ള സമ്മാനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇവർക്കൊക്കെ ഞാൻ കൊടുത്തു. ഉപയോഗിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുത്തു. അതെങ്ങനെയാണെന്ന് ഇവർ നിന്നോട് പറഞ്ഞേ. അതൊക്കെ ഇരിക്കട്ടെ, പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? ചന്ദ്രപ്പൻ ചേട്ടാ ചോദിച്ച കാശൊന്നും കിട്ടിയിട്ടില്ല. അതെ, അമ്മയോട് ചോദിച്ചാൽ ചില്ലി കാശ് തരില്ല. ഇത് ഞാൻ മുത്തശ്ശിയുടെ ബാഗിൽ നിന്ന് എടുത്തതാ. നല്ല കാര്യം. ചോദിച്ചിട്ട് തന്നില്ല എങ്കിൽ അടിച്ചു മാറ്റുക തന്നെ വേണം. നീയൊക്കെ യവനെ കണ്ടുപഠിക്കും. യവനാണ് മിടുക്കൻ. ഡാടാ, നീ എനിക്ക് പൈസ തന്നിട്ടില്ല, ഓർമ്മ വേണം. ഒന്ന് സമാധാനപ്പെടി ചന്ദ്രപേട്ട, ഞാൻ നാളെ തരാന്നേ. പിന്നെ മറ്റുള്ള കുട്ടികളെ കൂടി നമ്മുടെ ഗ്യാങ്ങിൽ കൊണ്ടുവരണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഈ അരവിന്ദ് വിചാരിക്കണം. മോനെ, ചന്ദ്രപ്പച്ചേട്ടൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ലോ. നമ്മുടെ അംഗസംഖ്യ കൂട്ടണം. അതൊക്കെ ഞാൻ ഏറ്റു ചന്ദ്രപ്പച്ചേട്ടാ. മിടുക്കൻ, മിടുമിടുക്കൻ. ചന്ദ്രപ്പച്ചേട്ടാ, ക്ലാസ്സിൽ കയറാൻ നേരമായി. കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയ എത്രയെത്ര സ്വപ്നങ്ങൾക്ക് മീതെയാണ് ഓരോ പിടി മണ്ണ് വാരിയിട്ട് തിരികെ നടക്കുന്നത്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം വരുമെന്ന പ്രതീക്ഷ ബാക്കി വെച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് ഷിബു പാലച്ചിറ വിട പറഞ്ഞു. അന്തരിച്ച കലാകാരൻ ഷിബു പാലച്ചിറയ്ക്ക് പ്രിയ സുഹൃത്തുക്കളുടെ സ്മരണാഞ്ജലി ഇവിടെ അർപ്പിക്കുന്നു. ഞാൻ ഇസ്മായിൽ മാഞ്ഞാലി, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നടനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ഷോക്കടിപ്പിച്ചൊരു വാർത്തയാണ് കേട്ടത്. നമ്മുടെ ഷിബു പാലച്ചിറ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത. എനിക്ക് ഈ വിവരം വിളിച്ചു പറഞ്ഞത് ഷിബുവിൻ്റെ എൻ്റെ സുഹൃത്തായ ഹരീഷ് ഷാജി ബ്രോയാണ്. സത്യത്തിൽ ഹരീഷ് ഷാജി വിളിച്ചു പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയണില്ല. ഒരു 5-6 കൊല്ലത്തോളമായിട്ട് നല്ല അടുത്ത പരിചയമാണ് ഷിബുവായിട്ട്. ഒരിക്കലും അവൻ സൂയിസൈഡ് ചെയ്യും എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. അതെന്തോ ആയിക്കോട്ടെ. ഈ 5-6 വർഷത്തിനിടയ്ക്ക് അവൻ കുറേ വർക്കുകൾ ചെയ്തിരുന്നു ഷിബു. ആ വർക്കുകളെ കുറിച്ചിട്ടൊക്കെ നേരത്തെ തന്നെ എനിക്ക് ഇട്ട് തന്നിട്ട് അതിൻ്റെ പോരായ്മകൾ ചോദിക്കാം, അത് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സഹോദര തുല്യമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു, സൗഹൃദത്തിന് പുറത്ത്. എന്തായാലും ഷിബുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഷിബുവിനെ എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ അടുത്താണ് ഷിബു വേറൊരു സിനിമയുടെ പ്രവേശനമായിട്ട് പോയത്, ഇവൾ നീലാംബരി എന്നുള്ള സിനിമ. ആ സിനിമയുടെ തുടക്കം മുതൽ എന്നോട് കാര്യങ്ങൾ പറയുമായിരുന്നു. ആ സിനിമക്ക് സോങ് റെക്കോർഡ് ചെയ്തപ്പോൾ സോങ് വരെ അയച്ചു തന്ന അഭിപ്രായം ചോദിച്ചിരുന്നു. അതിൻ്റെ തിരക്കഥ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടൊന്ന് കറപ്ഷൻ ഇരിക്കണമൊക്കെ എന്ന് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ എന്നോടൊരു വേഷം ചെയ്യണമെന്ന് വരെ പറഞ്ഞിരുന്നു. അത് പ്രകാരം ഷിബു പോസ്റ്ററിൽ വരെ എൻ്റെ ഫേസ് കൊടുത്തിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് അവൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ്. കാരണം 2 കൊല്ലം മുമ്പ് അവൻ്റെ മകൻ സൂയിസൈഡ് ചെയ്തതിൽ ഒരുപാട് വിഷമത്തോടെ അവൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവൻ എന്തിനാ അങ്ങനെ ചെയ്തു, അപ്പോൾ മകൻ എന്താണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യത്തിലുമൊക്കെ. പക്ഷെ ഒരിക്കലും മകൻ്റെ കേസ് അവന് നിലനിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇവൻ ചെയ്യും എന്ന് വിശ്വസിക്കാൻ കഴിയണില്ല. എന്തായാലും എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല. നല്ലൊരു കലാകാരനായിരുന്നു. അവൻ്റെ നിര്യാണത്തിൽ ഒരുപാട് സങ്കടമുണ്ട്. ആ സങ്കടത്തിലും
അവന് അവൻ്റെ ഈ പരലോക ജീവിതം സുഖകരമാക്കി കൊടുക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് പറയാനുണ്ട് അവനെപ്പറ്റി. പക്ഷെ എന്നാലും ഹരീഷ് ഹാജി ബ്രോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ വളരെ ചെറിയ രീതിയിൽ ഒരു വോയിസ് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ വോയിസ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. യുവ സംവിധായകനായ ഇദ്ദേഹം ഒട്ടനവധി പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ നൽകിയെന്നത് ശ്രദ്ധേയമാണ്. പുതുമുഖ താരസംഘടനയായ ANFAയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ശ്രീ ഷിബു പാലച്ചിറ. മൈ ഡിയർ കരടി എന്ന ചലച്ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ഷിബു പാലച്ചിറ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. മരുഭൂമിയിൽ പൂക്കാലം, ഭാഗ്യദേവത, ഇവൾ യമുന, അറക്കൽ ബീവി തുടങ്ങിയ സീരിയലുകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ഈ കലാകാരൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുജിത്താണ്. നമ്മുടെ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഒരു ദുഃഖകരമായ ഒരു വാർത്ത 2-3 ദിവസം മുമ്പ് നമുക്ക് കേൾക്കാൻ പറ്റി. നമ്മുടെ എല്ലാം സഹപ്രവർത്തകനായിരുന്ന ഷിബു ചേട്ടൻ, ഷിബു പാലച്ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയി. വിശ്വസിക്കാൻ പറ്റാത്തൊരു മരണമായി പോയി അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തെ പരിചയപ്പെട്ട നാൾ മുതൽ എൻ്റെ മൊബൈലിലേക്ക് മുടങ്ങാതെ എല്ലാ ദിവസവും, ഒരുപക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും ശുഭദിനം എന്നും ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞ് മെസ്സേജ് വരുമായിരുന്നു. എത്ര തിരക്കിനിടയിലായിരുന്നാലും അത് രാവിലെ നമ്മളോടുള്ള അത്രയും ഒരു ബന്ധത്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരുപക്ഷെ നമുക്കതിന് റിപ്ലൈ പലപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ആ മൊബൈലെടുത്ത് നോക്കുമ്പം ഇത്ര ദിവസമായിട്ട് എൻ്റെ മൊബൈലിലേക്ക് മുടങ്ങാതെ അയച്ചുകൊണ്ടിരുന്ന ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ശുഭദിനം കാണാതെ വരുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു അവസ്ഥയായി മാറി. അതുപോലെയാണ് ചില നഷ്ടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റൂ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതുപോലെ പുള്ളിയെക്കുറിച്ച് ഓർക്കുമ്പം, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 2-3 വർക്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. 2-3 വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് തരുന്ന ഓരോ മോട്ടിവേഷൻ കേൾക്കുമ്പം നമ്മൾ പല വിഷമത്തിലും ഇരിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ചില നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എത്ര വിഷമങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല ധൈര്യം തന്നിട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പം അതും വിശ്വസിക്കാനാവാത്തൊരു സംഭവമായി മാറി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ വർക്കിന് നമ്മൾ ചെല്ലുമ്പം നമ്മുടെ ആ രീതിയിൽ നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും അദ്ദേഹം അതിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി കഴിയുന്ന ഒരു ആളായിരുന്നു. ഇത്രയും നല്ല കലാകാരനായിട്ടും വേണ്ടത്ര അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാതെയൊക്കെ പോയി. അതിലൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിലൊന്നും തളരുന്ന അല്ലായിരുന്നു. നമ്മളൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാലും ഏത് തിരക്കിനിടയിലായാലും ഫോണെടുത്ത് സംസാരിക്കുകയും നമുക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയും സഹകരിക്കുകയും എല്ലാം. ആരെങ്കിലും ഒരാൾ ഒരു അവസരത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അത് അവോയ്ഡ് ചെയ്ത് കളയത്തേയില്ല. ഏതെങ്കിലും ഒരു ചാൻസ് കൊടുത്ത് അത് അതിൻ്റെ രീതിയിൽ കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. നമുക്ക് അത്രയും ഒരു വിഷമമുള്ളൊരു സംഭവമായി പോയി. അവസാനമായിട്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനൊന്നും കഴിഞ്ഞില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി.
മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ 2 ചെറുകഥകളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഗ്നിമേഘങ്ങൾ എന്ന മെഗാ സീരിയലിന് തിരക്കഥ എഴുതി തിരക്കഥാകൃത്തുമായി. നമസ്കാരം, ഞാൻ ബാബുരാജ് വെൻകുളം, ക്യാമറമാനാണ്. ഷിബു പാലച്ചറെ കുറിച്ച് പറയുമ്പോൾ വളരെ വർഷം മുമ്പുള്ള ഒരു സൗഹൃദമാണ് ഷിബുവായിട്ട്. ഷിബു ഡയറക്റ്റ് ചെയ്ത ഒത്തിരി വർക്കുകൾ ഞാൻ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഷിബു നമ്മോടൊപ്പമില്ല. ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ബാക്കി വെച്ച് നമ്മയെല്ലാം സങ്കട കടലിലാക്കി യാത്രയായി. ഈ മരണത്തിന് തൊട്ടു മുമ്പ് എന്നോട് പറഞ്ഞു, എന്നെ വിളിക്കുന്നത് ബാബുച്ചേട്ടാന്നാണ്. ബാബുച്ചേട്ടാ, എനിക്കൊരു വർക്കുണ്ട്, നമുക്ക് ചെയ്യണം, അടിപൊളിയാക്കണം. അതിൻ്റെ കഥയും ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നു. മിക്ക ദിവസങ്ങളിലും എന്നെ വിളിക്കുമായിരുന്നു. പക്ഷേ ഷിബു ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. വിശ്വസിക്കാനേ വയ്യ. ഷിബു നമ്മോടൊപ്പം ഇല്ല എന്ന് വിശ്വസിക്കാനേ വയ്യ. എന്തായാലും ഷിബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു. ഇതിനിടയിൽ സംവിധായകന്റെ മേലങ്കിയും അണിഞ്ഞു. 30-ൽ പരം ഷോർട്ട് മൂവികൾ സംവിധാനം ചെയ്ത ഷിബു പാലച്ചിറ ആദ്യമായി കാടിനെ കുറിച്ച് ഒരു കോമഡി പരമ്പരയും സംവിധാനം ചെയ്തു. പുതിയ ചലച്ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഷിബു പാലച്ചിറ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഞാൻ ഹരീഷ് ഷാജിയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് വൈകുന്നേരം ഒരു ദുഃഖവാർത്ത ഞാനും കേട്ടു. കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരൻ ഷിബു പാലച്ചിറ വിട പറഞ്ഞു എന്നുള്ളത്. ഷിബുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 2022 സെപ്റ്റംബർ 27-ാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സിനിമയുടെ ആദ്യ ഷോ കാണാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സിന്ധു തിയേറ്ററിലെത്തിയപ്പോഴാണ് ഞാൻ ഷിബുവിനെ കാണുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുന്നു അന്ന് തന്നെയാണ്. അന്ന് ആ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഒരു ഫോൺ നമ്പർ മേടിച്ചു, നമ്മൾ പിരിഞ്ഞു. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെയാണ് ഷിബുവിൻ്റെ മകൻ്റെ മരണം. ആ മരണം അറിഞ്ഞു. അവനെ ഞാൻ വിളിച്ചു, ഷിബുവിനെ ഞാൻ വിളിച്ചു. ഒത്തിരി വിഷമമാണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഷിബുവുമായിട്ട് ചേർന്ന് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് അവൾ, നായകൻ സുജിത്ത്, നായിക കലപം നന്ദന. ആ വർക്കെല്ലാം കൂടെ നിൽക്കുമ്പോഴും നമ്മുടെ സുജിത്ത് പറയുന്ന കണക്ക് നമ്മൾ മാറി ഒരിടത്ത് കിടക്കും. ഞാനും ഷിബു പറയുന്നത് നമ്മൾ പുറത്ത് കിടക്കും. അവർക്കെല്ലാവർക്കും, ആർട്ടിസ്റ്റിനും ബാക്കി ക്യാമറമാനും എല്ലാം റൂമുകളെല്ലാം കൊടുത്തിട്ട് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു ആത്മാഭിലാഷം ഉണ്ടായിരുന്നു, ഒരു പുതിയ ഒരു സിനിമ. അത് ഷിബു പലപ്പോഴും എൻ്റെ പറഞ്ഞിട്ടുണ്ട്. വർക്കലയുള്ള ഒരു അധ്യാപകൻ വർഷങ്ങളായിട്ട് സ്വയം ചങ്ങലയിൽ കിടന്ന ഒരു കഥ. അത് പുള്ളിയൊരു ആത്മാഭിലാഷമായിരുന്നു. അതിൻ്റെ പേരാണ് ഇവൾ നീലാംബരി. എന്നാൽ ഞാനും ഷിബുവുമായിട്ട് പലപ്പോഴും പിണങ്ങാറുണ്ടായിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ ഒരുത്തൻ എന്നുള്ളൊരു മൂവി ചെയ്തിരുന്നു. അത് റിലീസായിട്ടില്ല. പക്ഷെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് ഷിബു വന്നത്. പക്ഷെ ഒരിക്കലും ഷിബു പെട്ടെന്നിങ്ങനെ പോകുമെന്ന്, എങ്കിലും സ്വർഗലോകത്തായിരുന്നാലും അവന് നിത്യശാന്തി കിട്ടില്ലെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. ഇത് അവൻ പരലോകത്ത് കേൾക്കുമെങ്കിൽ അത്രയും സമാധാനം
ആ കബറിൽ സമാധാനം കിട്ടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പങ്കായമില്ലാത്ത തോണിയിലോ നിൻ പങ്കാളിയില്ലാത്ത യാത്ര, അഭയം നിനക്കിനി ആരിവിടെ, ആ ജന്മസഖി ഇന്നെവിടെ, എവിടെ 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 എവിടെ? ഇതാണു ജീവിത വിദ്യാലയം, ഇവിടെ അനുഭവമധ്യാപകൻ. വേദനയറിഞ്ഞാൽ വേദാന്തമറിഞ്ഞു, സ്നേഹത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞു. ഇതാണു ജീവിത വിദ്യാലയം, വിദ്യാലയം.